വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ അലമാര വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ അലമാരൻ്റെ അടി ആകെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഞങ്ങളൊരു കല്ലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ആടിനുണ്ടായിരുന്നു തലേക്ക് വീകുന്നു വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ചില്ലും പൊട്ടിക്കണ്. അതങ്ങനെ ഞങ്ങൾ തൊടുമ്പോൾ തന്നെ അത് നീങ്ങി വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെക്കാം. പിന്നെ എലി കയറുന്നൊരു പ്രശ്നമുള്ളൂ അതിൻ്റെ ഉള്ളിൽ. എന്നാലും നമുക്ക് ആവശ്യമില്ലാത്ത ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് വെച്ചിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഒഴിവാക്കാതെ ഇവിടുന്ന് നിവർത്തിയില്ല. കാരണം ചില്ലൊക്കെ പൊട്ടിയിട്ട് താഴേക്ക് വീകുന്നുണ്ട്. പിന്നെ അത് തൊടുമ്പോക്കിന് ആടുകയാണ് കേട്ടോ. ആടിയിട്ട് നീങ്ങി ഇങ്ങനെ വരികയാണ്. ഇനി കുട്ടികളാരെങ്കിലും അതിൻ്റെ അടിയിൽ നിന്നാലും ഒക്കെ കൂടെ തലേക്ക് അങ്ങോട്ട് പൊളിഞ്ഞാടും. ഇതങ്ങനെ മേത്തേക്ക് വീകണ്ടേന്ന് ആടെ ആട് പോയിക്കണം. ഇനി ഇവിടെ എവിടേക്കെങ്കിലും വെക്കുന്നിട്ടാ നമുക്ക് പഴയതെടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. ചില്ല് ഇതിൻ്റെ അടിയിൽ വന്ന് ഡാൻസ് ആടിയിട്ട് ആ ചെറിയ ചെക്കൻ ചില്ല് പൊട്ടിച്ച്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം ഞങ്ങൾ ഈ അലമാര ഉപയോഗിച്ചിരിക്കണം കേട്ടാ. കുറേ സാധനങ്ങൾ ഇത് ഫസ്റ്റ് എൻ്റെ റൂമിലായിരുന്നു ഈ അലമാര ഉണ്ടായിരുന്നത്. എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടേക്കണേ. പിന്നെ അവിടുന്ന് അടുക്കളയിൽ നിന്ന് താഴത്തേക്ക് എത്തിയപ്പോൾ അവിടുന്ന് ഇവിടെ എത്തി. പിന്നെ ഞങ്ങൾ ഈ പുറത്തേക്ക് വെച്ചതിന് ശേഷം ഇതിൽ എലി കയറിയിട്ട് സകല ഇതിൽ ഡ്രസ്സ് വെച്ചിരുന്നിട്ട് അന്ന് സകല സാധനങ്ങളും വെട്ടി പിന്നെ അതിൻ്റെ ഉള്ളിൽ എലി ചത്തും ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഇത് അലമാര അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അടീൻ്റെ കോലം കണ്ടാൽ മതി. അതിൻ്റെ ഉള്ളിലത്തൊക്കെ എടുത്തിക്കണേ. അങ്ങനെ ഇതാ അവിടെ എത്തിച്ചു ലാസ്റ്റ്. ആ പെരയിലും നോമ്പിൻ്റെ മുന്നേ തേച്ചോറലും വൃത്തിയാക്കലൊക്കെ ഉണ്ടാവുക. ഞങ്ങളോടെ കണ്ട ആ ഒരു അലമാരയിൽ നിന്ന് എടുത്ത സാധനങ്ങളാണ് ഈ എടുക്കുന്നത്. അതിൻ്റെ അടി കണ്ടങ്ങൾ ആ അലമാറൻ്റെ അടി അതാണ് ഇപ്പോട്ടെ ഈ കാണുന്നത്. ഇവിടെ നോമ്പിനാണ് ഈ വക പരാക്രമങ്ങൾ. ഈ നോമ്പ് നോറ്റിക്കാണ് മനുഷ്യന് കുഴങ്ങി ക്ഷീണിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇതാ മേത്തേക്ക് ഇങ്ങനെ നീങ്ങി വരിക. ഞാൻ ഇവിടെ നിന്ന് അതിൻ്റെ ചില്ല് ഫസ്റ്റാണ് പൊട്ടി വീണിട്ടാ. പിന്നെ അത് കണ്ടുകൾ ചെരിഞ്ഞ് ഇങ്ങനെ മേത്തേക്ക് വീഴാൻ വരുന്നേ. അങ്ങനെ ആദ്യം ഞങ്ങൾ എന്താ വിചാരിച്ചത് വെറുതെ നിന്നെ അത് പുറത്തേക്ക് ഇടുന്നു. കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോട്ടെ വിചാരിച്ചേന്ന്. അങ്ങനെ അതിൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ പഴയ ഒരു പേഴ്സ് കിട്ടിയിട്ട് എൻ്റെ പണ്ടത്തെ പഠിച്ചവനെ എൻ്റെ ജീവനായി നന്ന്. അങ്ങനെ അതാ അതിനൊരു കേടുമില്ല. അല്ല കേട് ചെയ്യാറുമ്പോൾ അതവിടെയൊക്കെ പറഞ്ഞു വരുന്നു. ഇതതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിലെന്താടി ഈ സഫ ഹോസ്പിറ്റലിലത്തെ ഒരു കാർഡ് ഉണ്ട് കാടാമര. പിന്നെ പല്ലിമുട്ട നിറച്ച് പല്ലിൻ്റെ വീട് നിന്ന് തോന്നുന്നു കേട്ടാ. പല്ലിൻ്റെ മുട്ടയാണ് ഇതൊക്കെ. മുട്ടൊക്കെ വിരിഞ്ഞ് പൊട്ടിപ്പോയിക്കണേ. സഫ ഹോസ്പിറ്റലിൻ്റെ ഒരു കാർഡ് ഉണ്ട്. പിന്നെ ഒന്നുമില്ലല്ലോ. പൈസ ഉണ്ടടി എന്നേം കാലത്തിട്ടെ. അപ്പോൾ ഒരു പേഴ്സിൻ്റെ പണ്ടത്തെ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ ഇതാ എൻ്റെ പഴയ പേഴ്സ് ഇതാ അവിടെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഉണക്കാൻ വെക്കണം. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലേ. വലിയ ചളിയൊക്കെ ആണ് പോയിക്കണം. പിന്നെ ഇതിമ്മ പിടിച്ചിക്കണ ഈ ഒരു പുകയും കറൊന്നും ഇനി പോവില്ല കേട്ടോ. അവിടെ ഉണ്ട് ഈ സൈഡിലൊക്കെ കണ്ട അതൊന്നും ഇനി പോവില്ല. ആ കളറൊന്നും ഇനി ഉണക്കാൻ വെക്കട്ടെ. ഇങ്ങനെ ഉണ്ട് ഗായ്സ്. അടിപൊളിയാണോ? കൂട്ടി ഇതാ കൂടാരപ്പേര ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടോ. അവൻ ഡ്രസ്സ് ഇട്ടിട്ട് അതുകൊണ്ട് അവനെ കാണിക്കാൻ പറ്റൂല. എന്നിട്ട് ഇന്നോടും അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാൻ. പുതപ്പൊക്കെ മുകളിൽ ഇല്ലടാ. പുതപ്പൊക്കെ മുകളിൽ വെച്ചിട്ട് സ്റ്റൂളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് എന്താ അവൻ്റെ പര ഉണ്ടാക്കല് അറിയോ. മടിൻ്റെ വീടാണിത്. ഇതൊന്ന് നോക്കി. പിന്നെ ഇവിടെ ഇതാ ആകെ വൃത്തിയേടായി കിടന്നതൊക്കെ ശരിയാക്കിയിട്ടാ. എങ്ങനെയായിരുന്നു ഇവിടുത്തെ കോലം ഫസ്റ്റ് കാണിച്ചു തരാം. സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വലിച്ചിട്ടു. എന്നിട്ട് ഇതാ അതൊക്കെ അതിൻ്റെ മുകളിൽ കണ്ടെടുത്ത് വെച്ചത് വേണ്ടാത്തതൊക്കെ എന്നിട്ട് വിടുന്നാലും ഇങ്ങോട്ട് വൃത്തിയാക്കി എടുത്തു. അലമാര പോയപ്പോൾ ഇവിടെ ഒരു കുറച്ച് സ്ഥലം കിട്ടിയിരുന്നു. ഇതാ എങ്ങനെയായിരുന്നു നേരത്തെ. തേങ്ങ 2 ഉള്ളൂ കേട്ടോ പൊളിച്ചത് ഇനി പൊളിക്കണം. അങ്ങനെ രാവിലെ അതൊക്കെ ആയിരുന്നു കേട്ടോ പരിപാടി. കുറച്ച് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അത് നോമ്പിൻ്റെ മുന്നേ തന്നെ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുക കേട്ടോ. അപ്പോൾ അന്ന് വിചാരിച്ചത് കുറേ സാധനങ്ങൾ വലിച്ചു വാരി ഇട്ട് വെക്കാലോ, പഴയതൊക്കെ ഒഴിവാക്കണ്ട വെറുതെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏതായാലും അത് പുറത്തെത്തിയിട്ടാ. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ പുറത്തടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഡ്രിങ്കും കൂടെ ഉണ്ടാക്കുന്നുണ്ട് രാഗി വെച്ചിട്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അതിനിതാ ഞാൻ കുറച്ച് രാഗിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ കലക്കി വെച്ച രാഗി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ കട്ട പിടിക്കും. അങ്ങനെ പിന്നെ ഇതാ കുറച്ച് ഈത്തപ്പഴവും അതേപോലെ കുറച്ച് ബദാമും പിന്നെ തിളപ്പിച്ചാറിയ കുറച്ച് പാലും കൂടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള രാഗിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പാകത്തിനുള്ള മധുരം നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള രാഗി കൊണ്ടുള്ള ഡ്രിങ്ക് റെഡി
റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് കഴിക്കാനായിട്ട് ഉഴുന്നുദോശയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇതാ അതിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ഇങ്ങനെ ചുടണത് നല്ല ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ വട്ടത്തിലാക്കണത്. അപ്പോൾ അതിങ്ങനെ ചുട്ടെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ നെയ്യ് എന്തെങ്കിലും ഒഴിക്കണം. അപ്പോൾ നെയ്യ് ഇല്ല കേട്ടോ. അപ്പോൾ ഡാൽഡത്തിൻ്റെ ഒരു പാക്കറ്റിൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദോശമ മാത്രമാണ് അത് കിട്ടിയത് കേട്ടോ. ചെറിയൊരു കട്ടയുന്നു. ഞാൻ കൊടുത്തിട്ട് അയിമ ഇങ്ങനെ അലിയിച്ചു കൊടുത്തുട്ടോ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് കിട്ടി. പിന്നെ കുറച്ച് വത്തക്ക വെള്ളം കൂടെ ഉണ്ടാക്കിയിട്ട. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തേക്കുള്ള എല്ലാം റെഡിയായി. ഇതാണ് കേട്ടോ രാഗി കൊണ്ടുണ്ടാക്കിയ ആ ഡ്രിങ്ക്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ മീൻ മാങ്ങട്ടിട്ടുള്ള കറി അതും റെഡിയാക്കി. പിന്നെ ദോശ ഉണ്ട്, പിന്നെ പഴംപൊരി. അപ്പോൾ എല്ലാം സെറ്റാക്കി. അൽഹംദുലില്ലാ ഇന്നത്തെ ദിവസവും അങ്ങനെ തീർന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളും കൂടെ കൊടുക്കുക. പിന്നെ നിങ്ങൾ കമൻറ്റും ഷെയറും ഒന്നും തരാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ നന്നാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.